ആരാധ്യനായിട്ടുള്ള പ്രവാസി സംഘത്തിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ നീലപ്പിള്ള, സ്വാഗതം ആശംസിച്ചിട്ട ശ്രീ ജോസ് ആന്റണി, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ കെ തുളസീധരൻ, വേദിയിലും സംസ്കരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, ഏറെ ബഹുമാന്യരായ പ്രവാസി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടക്കുക. ഇന്നിപ്പോൾ എൻ്റെ ജില്ലയിൽ ഇന്നിപ്പോൾ കൺവെൻഷൻ 2 മണിക്ക് നടക്കുകയാണ്. അവിടെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാദുഷ കണ്ണൂരിയാണ് ഉദ്ഘാടനം ചെയ്തത്. പല ജില്ലകളിലും നമ്മുടെ പ്രവർത്തക കൺവെൻഷൻ നടന്നു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വളരെ അടിയന്തരമായി നമ്മൾ എല്ലാ ജില്ലയിലും ഇത്തരത്തിലൊരു പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു കൂട്ടിയത്? നമുക്കറിയാം, വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രവാസികളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവാസ ലോകത്തെയും അതുപോലെ പ്രവാസി സമൂഹത്തിന് വേണ്ടിയും ഗവൺമെന്റ് കൊണ്ടുവന്ന സംവിധാനങ്ങൾ അത് ഏതെല്ലാം തരത്തിൽ നമുക്ക് പ്രായോഗികമായി ഓരോ പ്രവാസിക്കും ലഭിച്ചിട്ടുണ്ട്, അത് നമ്മൾ വളരെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാലഘട്ടമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് 10-28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിൽ പ്രവാസികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രവാസികൾക്ക് അനുകൂലമായ ഗവൺമെന്റ് സംവിധാനങ്ങൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനവുമില്ല. അതുകൊണ്ട് കേരളീയർ എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് ചെന്നാലും പറയാൻ കഴിയും, ഒരു സംസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അതിന്റെ എല്ലാം നേർസാക്ഷികളാണ് നിങ്ങളും ഞാനുമെല്ലാം. നമുക്കുണ്ടായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഓരോ പ്രവാസി കുടുംബങ്ങളിലും നമ്മുടെ കൺമുമ്പിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ള കോട്ടകളെല്ലാം ഈ കേരളത്തിലെ മുഴുവൻ പ്രവാസി സമൂഹങ്ങളെയും അറിയിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കേണ്ടി വരും. ഒരു 45 മിനിറ്റ് കൊണ്ട് അവസാനിക്കാം. കാരണം നമുക്ക് ഒരു 1.5 പിരിയാം. കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണ് പറയും. കാരണം 1.5 മണി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കുഴഞ്ഞു വീഴും, പിന്നെ ആളുകൾക്ക് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ തുടങ്ങിയത് ചിലപ്പം 11:50 ഞാൻ തുടങ്ങുന്നത്. നമുക്കറിയാം, പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10-20 വർഷക്കാലമെല്ലാം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം ഒരുപാട് ജീവിത അനുഭവമുള്ളവരാണ്. നമുക്ക് ആ നാട്ടിലുണ്ടാകുന്ന വിഷമതകൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ തിരികെ വന്നാൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം കടന്നുപോയിട്ടുള്ള കാലഘട്ടം, അവിടെയാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെയും നമ്മുടെ സംസ്ഥാനത്തെ ഭരണാധികാരികളെയും നമ്മൾ താരതമ്യം ചെയ്യണം. നമുക്കറിയാം, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് 2014 നമ്മുടെ മോദി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത്. ആ 2014 മുതൽ 2026 വരെ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളോട് കാണിക്കുന്ന കടുത്ത അവഗണന, പ്രതിഷേധം, ഈ പ്രവാസി സമൂഹത്തോട് കാണിക്കുന്ന ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ വിശേഷ ദിവസങ്ങൾ വരാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ 17-ാം തീയതി നമ്മുടെ നോയമ്പ് തുടങ്ങുകയാണ്. നമ്മുടെ റംസാൻ വരികയാണ്. കേരളത്തെ സംബന്ധിച്ചോളം റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും അത്തരത്തിലുണ്ടാകുന്ന എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരെല്ലാം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുവാൻ, നമ്മുടെ വീടുകളിലേക്ക് വരുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സമ്പാദിക്കുവാൻ, അല്ലെങ്കിൽ അവരുമായി ചേർന്ന് വിനോദയാത്രകൾ സംഘടിപ്പിക്കുവാൻ, അവരുമായി ഭക്ഷണം കഴിക്കുവാൻ, അവരുമായി കുടുംബമായി കഴിയുവാനുള്ള എല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ആളുകൾ വരുന്നത്. ആ വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ
നമ്മുടെ രാജ്യത്തെ വ്യോമയാന വകുപ്പ് അവർക്ക് തോന്നുന്ന തരത്തിലുള്ള വിമാനയാത്ര കൂലിയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അത് ഈ പ്രവാസികളെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രവാസികാര്യ വകുപ്പ് എടുത്തുകളഞ്ഞ ഒരു ഗവൺമെന്റാണ്. എന്തിനാണ് ഒരു പ്രവാസികാര്യ വകുപ്പ്? ഒരു രാജ്യത്തെ ആളുകളെ ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ഏകദേശം 135 രാജ്യങ്ങളിൽ നമ്മുടെ 136 രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളുണ്ട്. ഈ കഴിഞ്ഞ ലോക കേരള സഭയിൽ 125 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ്. ജോസടക്കമുള്ള ആളുകൾ പങ്കെടുത്ത 125 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് കഴിഞ്ഞ ലോക കേരള സഭയിൽ പങ്കെടുത്തത്. അവിടെ വന്ന കണക്കാണ് ഏകദേശം 136 രാജ്യങ്ങൾ, അതിനപ്പുറം ഉണ്ട് എന്നാണ്. അപ്പൊ ലോകത്തെല്ലായിടത്തും, ആഫ്രിക്കയിലായാലും ഏഷ്യ ഭൂഖണ്ഡത്തിലായാലും മറ്റു അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഈ ലോകത്ത് എവിടെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പദ്ധതികളും ഈ ആനുകൂല്യങ്ങളും എല്ലാം ഈ ഗവൺമെന്റ് നഷ്ടപ്പെടുകയാണ്. ഈ ഗവൺമെന്റ് ഇല്ലാതാവുകയാണെങ്കിൽ ഇതൊന്നും കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുൻകാല അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടണം. ആദ്യം നമുക്ക് ബോധ്യപ്പെടണം. നമുക്ക് ബോധ്യപ്പെടാതെ മറ്റൊരാൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. ഞാനിതുകൊണ്ടാണ് ഈ ചരിത്രം ഒന്ന് പറഞ്ഞത്. അതായത് കേരളത്തിൽ ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തലത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നു. അതിനുശേഷം വീണ്ടും കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് വരുന്നു. ആ ഗവൺമെന്റ് ഒരു നോക്കുകുത്തിയായി മാറ്റുന്നു. വീണ്ടും കേരളത്തിൽ VSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ക്ഷേമനിധി ബില്ല് പാസ്സാക്കുന്നു. പെൻഷൻ ഏർപ്പെടുത്തുന്നു. ആളുകൾക്ക് 500 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. ആ നിലവിലുണ്ടായിരുന്ന 500 എന്നുള്ളത് 501 രൂപയാക്കുവാൻ ഒരു ഗവൺമെന്റിന് കഴിഞ്ഞില്ല. വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 10 വർഷക്കാലമായി ഗവൺമെന്റ് നിലവിലുള്ള 500, 2000, 3000, 3500 രൂപയെ വർദ്ധിപ്പിച്ചു. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ മാസം ഒരു 5-ാം തീയതിക്ക് മുമ്പ് പെൻഷൻ കിട്ടുന്ന ആരെങ്കിലും, പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കൈ നോക്കി. പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ കൈ നോക്കി. പൊക്കല്ലേ ഇത്ര പാടുന്നത്? 3500 രൂപ ഈ ഗവൺമെന്റ് ഇങ്ങനെ കാണിക്കണ്ടേ? ഒന്ന് എത്ര വേണ്ടേ? ഒരാളേ ഉള്ളൂ. സഖാവേ, നാണക്കേടൊന്നും വേണ്ട. നമ്മുടെ അഭിമാനമാണ്. നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റാണ് നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് കൈവെക്കാൻ. കാരണം നമ്മളെ സംഘടനയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുവാൻ വേണ്ടി ഇതിനെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരാൾക്കാണ്. ആയിക്കോട്ടെ, ചെറുപ്പക്കാരാ ചേരേണ്ടത്. ഇതിനകത്ത് പ്രവാസി ക്ഷേമത്തിൽ ചേർന്ന എത്ര പേരുണ്ട്? ചേരാത്തവരെന്താ കൈ നോക്കിയേ? ചേരാത്തവരെ നാണക്കേട് വേണ്ട. ഒരു നാണക്കേടും വേണ്ട. നമ്മളെപ്പോഴും കാണുന്നത് നാണക്കേട്. ചെറുപ്പക്കാരെ ചേർത്ത് എല്ലാവരും ചേർന്നു ഇല്ലല്ലോ. എല്ലാവരും ചേർന്ന് ഇനി ചേരാൻ ഒരാളുമില്ല. ഉണ്ട്. അപ്പൊ ചേരാനുള്ള ആളുകളുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ജോസഫ് സാഹ് സൂചിപ്പിച്ച പോലെ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെയുണ്ട്. അതിന്റെ ആപ്പ് എടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ സംവിധാനം ഇപ്പൊ നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ നെടുങ്കണ്ടത്തുള്ള നമ്മുടെ സഹകരണ സംഘം ആ പ്രവാസി സേവാ കേന്ദ്രമുണ്ട്. നമ്മുടെ ഒരു ഫോട്ടോയും നമ്മുടെ ഒരു പാസ്പോർട്ടുമായി നാം അധിവസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ സംവിധാനമുള്ള കേന്ദ്രത്തിലേക്ക് പോകണം, അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ സേവാ കേന്ദ്രമുള്ള നമ്മുടെ സഹകരണ സംഘത്തിലേക്ക് പോകണം. അവരോട് പറയണം, ഞാൻ 2 വർഷക്കാലം, മിനിമം 2 വർഷക്കാലം വേണം, 2 വർഷം പ്രവാസ ജീവിതം നയിച്ച് തിരികെ വന്ന ആളുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരം ആളുകളുണ്ടെങ്കിൽ ഇത്ര വർഷം ഞാൻ പ്രവാസ ജീവിതം നയിച്ചാലാണ് എനിക്ക് പ്രവാസി ക്ഷേമനിധിയിൽ ചേരണമെന്ന് മാത്രം പറഞ്ഞാൽ അവർ അതിൻ്റെ വെബ്സൈറ്റ് എടുക്കും. അപ്പോൾ തിരിച്ചു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സാക്ഷ്യപത്രം കൂടി വേണം. ഇപ്പോൾ നെടുങ്കണ്ടം പഞ്ചായത്തിലെ 10ാം വാർഡിൽ താമസിക്കുന്ന തുളസീധരൻ എന്നയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന ആരുടെ മകൻ തുളസീധരൻ, ഇന്ന വീട്ടിലെ ഇന്ന ആരുടെ മകൻ തുളസീധരൻ 2010 മുതൽ 2015 വരെ ദുബൈയിൽ അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് ജോലി ചെയ്യുകയും ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസക്കാരനാണ് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാക്ഷ്യപത്രത്തിൻ്റെ ഫോം നമുക്ക് അവർ തരും. ആ സാക്ഷ്യപത്രവും നമ്മുടെ പാസ്പോർട്ടുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗസറ്റ് ഓഫീസറെ കാണണം. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഗസറ്റ് ഓഫീസർമാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പണ്ടായിപ്പോൾ ഒരു ഗസറ്റ് ഓഫീസർക്ക് വേണം ചിലപ്പം ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിൽ പോകണം. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഗസറ്റ് ഓഫീസറാണ്.
നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കൃഷി ഓഫീസ് ഉണ്ടാവാം, വെറ്റിനറി ഓഫീസ് ഉണ്ടാവാം, ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ടാവാം, PWD ഓഫീസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള ഗസറ്റ് ഓഫീസർമാരുള്ള ഒരുപാട് സംവിധാനങ്ങൾ, ഓഫീസുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗസറ്റ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി